ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വരെ അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം, ഒന്ന് മെൽറ്റായി വരുന്നത് വരെ. ഈസ്റ്റും പഞ്ചസാരയും എല്ലാം നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് ചേർത്ത് വെച്ചിട്ടുള്ള ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഞാനിത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഡോ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാബേജ്, വലിയ ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, മല്ലിയില, കറിവേപ്പില. ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മുടെ ഇഷ്ടത്തിനാക്കാം കേട്ടോ. ചൂടായി വന്ന പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റാക്കിയിട്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നല്ല പോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കറിവേപ്പില, ക്യാബേജ്, ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും സ്പൈസ് പൗഡേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. അപ്പോൾ ചിക്കൻ മസാലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കിയാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയില ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മെൽറ്റാക്കിയിട്ട് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്ന ഭാഗം ഇതിന് മിസ്സായി പോയതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോ എടുത്തിട്ട് ഞാൻ 2 ഭാഗമാക്കിയിട്ട് അതിലൊന്നെടുത്ത് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുക്ക് ചെയ്യണത് കേക്ക് ടിന്നിലാണ്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതതിൻ്റെ അടിയിലായിട്ടൊന്ന് ബേസായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ്സ് ഇതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിങ്സ് എല്ലാം ഇട്ടതിന് ശേഷം തന്നെ മുകളിൽ ഒരല്പം ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോ 2 പാർട്ടാക്കിയിട്ടാണ് പരത്തിയെടുത്തത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മാറ്റി വെച്ചിട്ടുള്ള ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് ആ മിക്സ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ കത്തി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വരയിട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ നോർമലി കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ കുക്കറിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.